ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അമീൻസു. അപ്പോൾ ഇന്ന് നമ്മുടെ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എനിക്കറിയാം ഇതിപ്പോൾ ഒരുപാട് ഗെയിമിംഗ് ചാനലൊക്കെ വരുന്നൊരു ടൈമാണ്. അപ്പോൾ ഇത്ര ലേറ്റായിട്ട് എന്താ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് റവന്യൂ ഒന്നും കാര്യങ്ങളൊന്നും പ്രതീക്ഷിച്ചല്ല. എൻ്റെ ഒരു ജസ്റ്റ് ഒരു സാറ്റിസ്ഫാക്ഷൻ വേണ്ടിയിട്ട്. റവന്യൂ വേണ്ട എന്നല്ല, എന്നാലും അതാണ് അതിൻ്റേതായ ഒരു ഇത്, മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ ഒന്നാമത്തെ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഞാൻ PC ഗെയിംസൊന്നും കളിച്ചിട്ടുള്ള അധികം പരിചയമില്ല. വേണമെങ്കിൽ ഇതാണ് എൻ്റെ ആദ്യത്തെ ഗെയിമെന്ന് പറയാം. ഇത് ഞാൻ മുൻപേ കളിച്ചിരുന്നു. മുൻപേ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തൊക്കെ വേണ്ടിയിട്ട്. അതിൻ്റെ ഗെയിം പ്ലേ വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചായിരുന്നു. പക്ഷേ അത് എഡിറ്റിങ്ങിനുള്ള വകയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും വളരെ ഒരു ഫണ്ണായിട്ടുള്ളൊരു വീഡിയോ തന്നെയായിരുന്നു. കാരണം ആദ്യമായിട്ട് ഇത് എന്താ ഗെയിം എന്ന് പോലും എനിക്കറിയണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ആദ്യം റെക്കമെൻഡേഷനല്ല, ഞാൻ ജസ്റ്റ് റിസർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ആദ്യം ഇത് നല്ലതായിരുന്നു എന്നാണ് എനിക്കൊരു അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ കാണുമ്പോൾ ഇതൊക്കെ ഒരു മൈൻക്രാഫ്റ്റിൻ്റെ ഒരു ആംബിയൻസാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇപ്പോൾ മരമൊക്കെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് 10 മിനിറ്റോളം ഞാൻ ഇങ്ങനെ അടിച്ചിട്ട് ഇത് പൊട്ടാത്തതൊക്കെ മനസ്സിലായി ഇത് മൈൻക്രാഫ്റ്റ് അല്ല. പക്ഷേ ഏകദേശമൊക്കെ അതുപോലെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്കിങ്ങനെ ഓരോ ഐറ്റംസൊക്കെ നമുക്കിങ്ങനെ കളക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൽ മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ സോംബി എക്ലിപ്സാണ് ഇതിൽ മൊത്തത്തിൽ. അത് സിംഗിൾ പ്ലെയറുണ്ട്, മൾട്ടിപ്ലെയർ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. കടുക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല, ഫുൾ പ്ലെയേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. എനിക്ക് ഒന്നാമത്തെ ഈ PC ഗെയിംസ് കളിച്ചിട്ടുള്ള അധികം പരിചയമില്ല. പക്ഷേ സാരില്ല, വഴിയെ ശരിയാക്കാമെന്നാണ് വിചാരിക്കുന്നത്. കണ്ടപ്പോൾ സോംബി അല്ലേ? ആ സോംബിനെ ഇങ്ങനെ വേഗം അഡാപ്റ്റ് ആവും. അതാണ് പിന്നെ ഒരു ടോർച്ച് നമുക്ക് പിക്കപ്പ് ചെയ്യാൻ പറ്റും. തൽക്കാലം ഇതിപ്പോൾ ഇൻവെൻട്രിയിലിടാം. ഇതുണ്ട് ഐറ്റംസ്. ഇതാണ് അവസ്ഥ. ഇത് ആദ്യം കണ്ടപ്പോൾ സോംബിനെ കണ്ടപ്പോൾ തന്നെ ഇത് സോംബി ഗെയിമാണെന്ന് വെച്ചാൽ പക്ഷെ അറിയായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ ആദ്യമൊക്കെ അല്ലേ ഇറങ്ങുമ്പോൾ ഞാൻ രാത്രിയൊക്കെയാണ് സോംബി ഇറങ്ങി വിചാരിച്ചിട്ട് ടൗണിലേക്ക് ഇറങ്ങി. ഫുള്ള് സോംബിനെ കണ്ടപ്പോൾ മൊത്തത്തിൽ തന്നെ ഞെട്ടി. അപ്പോൾ അധികം വലിയ റിയാക്ഷനും കാര്യങ്ങളൊന്നും ആദ്യത്തെ വീഡിയോ നിങ്ങൾ കാണുന്നതായിരുന്നു. പക്ഷേ അത് വളരെ ഒരു ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. ഞാൻ ആദ്യം തന്നെ കളിക്കുന്നൊരു ഗെയിം പ്ലേ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. നമ്മൾ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊരു ചെറിയ എന്താ പറയുക, നമ്മൾ അഡാപ്റ്റ് ആയി ഇതിങ്ങനെ കണ്ടിട്ട്. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഗെയിം പ്ലേ റെക്കമെൻഡേഷൻ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയുക. എനിക്ക് അധികം ഗെയിംസും കാര്യങ്ങളൊന്നും അറിയില്ല. അടി കഴിഞ്ഞു. അതൊക്കെ സിമ്പിളാണ്. ഐ വുഡ് അഡാപ്റ്റ്. ഇത് വേറൊന്നും എടുക്കാൻ പറ്റില്ല. അതൊന്നും ഇവിടെ ഗോജ് ഷെൽസും ഒക്കെ തോന്നുന്നു മറ്റേ ഷോർട്ട് ഗണ്ണിൻ്റെ എമൗണ്ട് അടുത്ത്. ഇതെങ്ങനെ ഇത് കറക്റ്റ് ഇതിൻ്റെ ഒരു സ്ട്രക്ചറിൽ കളിക്കണം എന്നൊക്കെ ഇപ്പോഴും അറിയില്ല. കാരണം നമുക്ക് ഒരു സോംബിനെ നമ്മൾ കില്ല് ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫ് ഏകദേശം 20. പക്ഷെ ലൈഫൊക്കെ കൂടുന്നതാണ് ഇതിൽ. വളരെ ഷോർട്ടായിട്ടാണ് ഇതിൽ എന്താ പറയുക, അത് തന്നെ കൂടുക. വളരെ മെല്ലെയാണിത്. പക്ഷെ ഇതിലിങ്ങനെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇപ്പോൾ മൈൻക്രാഫ്റ്റിലൊക്കെ നമ്മളിങ്ങനെ ആർമറൊക്കെ എടുത്തിട്ട് എന്താ പറയുക, അത് തന്നെ. പ്രത്യേകിച്ചൊന്നും പറയാനും കാര്യമൊന്നുമില്ല. ആദ്യം ഞാൻ പ്രാന്ത് പിടിച്ചിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കറക്റ്റ് അറിയില്ല. ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ടിപ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.
അപ്പോൾ ഞാനത് ഞാൻ ആദ്യം കളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതൊന്നും വല്ലാതെ ഇതിൻ്റെ മേലെ ഇരുന്നിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒരു 5 മിനിറ്റ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മേലെ ചിലവഴിച്ചിട്ടുള്ളൂ. എനിക്കിപ്പോൾ ഒരു പ്രോ പ്ലെയർ ആവാൻ എടുക്കുന്ന ടൈം ഇപ്പോൾ ഇത് എക്യുപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. ബാക്ക് അടിക്കുക. ഞാനിപ്പോൾ ഒരു കറക്റ്റ് ഈ ഗെയിമൊക്കെ കളിക്കുന്ന PC ഗെയിംസ് കേട്ടോ കളിക്കുന്നതിൽ ഒരു പക്ക നൂബ് തന്നെയാണ് ഞാൻ. പക്ഷെ ഞാൻ ഇതിപ്പോൾ വളരെ ലെങ്ത് ആയിട്ടൊരു വീഡിയോ ആവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു കണക്കിൽ. ഇതിപ്പോൾ എന്ത് ചെയ്യേണ്ടതെന്നും എനിക്കറിയില്ല, പക്ഷെ വഴിയെ നമ്മളത് സെറ്റാക്കും എന്നാണ് എൻ്റെ ഒരു നിഗമനം. പിന്നെ നമുക്കിതിലിങ്ങനെ സ്പീഡിൽ ഓടണമെങ്കിൽ ഷിഫ്റ്റ് അടിക്കാൻ പറ്റും. ചത്തില്ലായിരുന്നു. ഈ രണ്ടാളുണ്ടായിരുന്നു. ധരിച്ചു. തൊപ്പി കിട്ടി. തൊപ്പി നമ്മൾ ഓൾറെഡി മറ്റേ ഓരോ ഒക്യുപ്പേഷൻ കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി ഫാമറാണ്. തൊപ്പി ഓൾറെഡി ഉണ്ടായിരുന്നു തോന്നുന്നു. നമ്മളിങ്ങോട്ട് ഓൾറെഡി വന്നേ. ഒന്നുമില്ല. ഇത് വേറെ നമ്മൾ ക്ലിയർ ചെയ്തു. എന്താ പിക്കപ്പ് ക്യാൻറ്റീനോ? ഇതൊക്കെ എന്ത് സാധനം പോലെ. മിസ്സിങ് സ്പേസ് എന്തോ ഈ ഷെൽസ് മാത്രം നമുക്ക് കിട്ടുന്നു. നമുക്ക് ഗണ്ണും കാര്യങ്ങളൊന്നും കിട്ടണമെന്നില്ല. ഇതെന്താ? പിക്കപ്പ് സ്നോർക്കൽ. ഓക്കെ, എന്തെടുക്കാക്കില്ല. അത് നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ ഏകദേശം സെറ്റ് ചെയ്ത് തോന്നുന്നു. ലൈഫ് ഇപ്പോഴും 10. നമ്മൾ ഒരു സോംബിനെ കില്ല് ചെയ്തിട്ട് അത്യാവശ്യം ടൈം ആയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഇത് വേഗം റീചാർജ് ആവുന്നില്ല. റീചാർജ് അല്ല, റീഫിൽ. പിക്കപ്പ് ചാർട്ട്. ഇതൊക്കെ എന്തിനാണ്? ചെസ്സാ. സത്യം ഒരു ഐഡിയ ഇല്ലാതെയാണ് നമ്മളിപ്പോൾ കളിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്തിനാ വീഡിയോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചോദിക്കരുത്. കഥയിൽ ചോദ്യമില്ല, അതാണ് അതിൻ്റെ ഇത്. എന്തായാലും ഞാനിപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. പക്ഷേ കാരണം ഒരുപാട് ലെങ്ത് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം എനിക്കിതിൽ ഒരു ഐഡിയ ഇല്ല എന്നുള്ളത് ആദ്യത്തെ ഒരു ഫാക്റ്റാണ്. രണ്ടാമത്തെ കാര്യം, ഒന്നാമത്തെ കാര്യത്തിലേക്ക് തിരിച്ചു പോവുക. എനിക്കിതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ല, അത് തന്നെയാണ് മെയിനായിട്ട് കാര്യം. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇതൊരു നമ്മൾ സീരിയസ് ആക്കി കൊണ്ടുപോകാമെന്ന് ചോദിച്ചാൽ അങ്ങനെ തന്നെ ആക്കാനാണ് മെയിനായിട്ട് തീരുമാനം. അതെന്താ ഇവിടെ ഇതെന്താ കത്തി പിടിച്ച? ഇതിലെന്തൊക്കെ നമ്മൾ കുറേ അറിയേണ്ടതുണ്ട്. നമ്മൾ ഓൾറെഡി സെറ്റായി വന്നതായിരുന്നു. ഫുള്ളായിട്ട് പോകണ്ടേ. ഇപ്പം നമ്മൾ ആദ്യം മുതൽ സെറ്റാകണ്ടേ. എന്തായാലും ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഒരുപാട് ടൈം ആയിട്ടുണ്ട്. അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.